35 വർഷമായിട്ട് അന്ന് മുതലേ കപ്പ ബിരിയാണിയാണ്. അതെ ഫ്രണ്ട്സ്, നമ്മുടെ കോഴിക്കോട് കഴിഞ്ഞ 35 വർഷമായിട്ട് ബാലുശ്ശേരി നന്മണ്ടയിലുള്ള വിജയേട്ടൻ്റെ ചെറിയ കൊച്ചു കടയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നന്മണ്ടക്കാരുടെ നന്മയുള്ള വിജയേട്ടൻ്റെ മുഖത്ത് എപ്പോഴും ഒരു നിറപുഞ്ചിരി ഉണ്ടാവും കേട്ടോ. പിന്നെ വിജയേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ പാർട്സ്, ചിന്നമുട്ടയൊക്കെ ഇട്ട് പിന്നെ പൂളക്കറി, അത് കൊടുത്ത സ്പെഷ്യലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ സ്പോട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് നന്മണ്ടയിൽ നിന്ന് നരിക്കുനിയിലേക്ക് പോകുമ്പോൾ ഒരു ഇന്ത്യ വൺ ATM കൗണ്ടർ ആണ്, അതിന്റെ തൊട്ട് ചാരിയിട്ടാണ്. ചിക്കൻ പാർട്സ്, മുദ്ര, ജസ്റ്റ് ഒന്ന് കാണിക്കണേ. ഇതാണ് കപ്പ ബിരിയാണി അല്ലേ? ചിക്കൻ പാർട്സ്, ചിക്കൻ പാർട്സിൽ മുട്ടയൊക്കെ പൊന്തിക്കുക. അത് കാടമുട്ടയല്ലേ? അല്ല, ഇത് നാടൻ കോഴി അല്ലല്ല, കാടമുട്ട, നാടല്ല, ലെഗൺ കോഴിന്റെ മുട്ട അല്ലേ? ഓക്കെ. ഇനി ഇവിടുത്തെ സ്പെഷ്യൽ കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണി, പിന്നെ മുദ്ര. അതൊന്ന് കുറച്ച് എടുക്കുക കപ്പ. ഇതാണ് അവിടുത്തെ സ്പെഷ്യൽ കപ്പ ബിരിയാണി അല്ലേ? ഇനി ഇതിലെന്തല്ലേ? അത് പൂളക്കറി. കപ്പക്കറി. ഇതിന് വിജയേട്ടത് എപ്പോഴും തുറക്കല് കട? വൈകിട്ട് 4:30 5 മണിക്ക്. 5 മണിക്ക്. എത്ര ടൈം വരെ ഉണ്ടാവും? 1 മണി 1:30 2 മണിക്ക്. ഇവിടെ എന്തൊക്കെ സ്പെഷ്യൽ എന്തൊക്കെയാണുള്ളത്? ഇവിടെ മുദ്ര, ഗീബീസ്, കപ്പ ബിരിയാണി, ചിക്കൻ പാർട്സ്, പത്തിരി, പുട്ട്. ഈ കപ്പ ബിരിയാണി ശരിക്കും നമ്മൾ എല്ലും കപ്പ കുറവാണല്ലോ, കുറച്ച് കടകളിൽ മാത്രമാണ്. എത്ര വർഷമായി തുടങ്ങിയിട്ട്? 35 വർഷമായിട്ട്. അന്ന് മുതലേ കപ്പ ബിരിയാണിയാണ്. പിന്നെ മുതിരയൊക്കെ പിന്നെ ആഡ് ചെയ്താണ്. മുദ്രയാണ്. അതൊന്ന് കാണാൻ പറ്റുമോ? ഇവിടെ ഗീബീസ് ആണ്. ഇവിടെ മുതിരയും ഗ്രീൻ പീസും മുദ്ര ഡിമാൻഡുള്ള സാധനമാണ്. മുതിര അല്ലേ? ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? നന്മണ്ടങ്ങാടി നരിക്കുനി റോഡ് അല്ലേ? നമ്മൾ ആദ്യം വിജയേട്ടൻ്റെ സ്പെഷ്യൽ എല്ലും കപ്പയായിട്ട് ഓർഡർ ചെയ്തത്. എല്ലും കപ്പ എൻ്റെ ഫേവറേറ്റ് ആട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ നല്ല എല്ലും കപ്പയും കിട്ടുന്ന കടകൾ കുറവാണ്. മലബാർ സൈഡിൽ ഇടുക്കി, കോട്ടയം ഭാഗത്തൊക്കെ പോയാൽ നല്ല കടകളുണ്ട് ഏഷ്യാഡ് കിട്ടുന്നത്. 4 മണിക്ക് തുറക്കുന്ന വിജയേട്ടൻ്റെ കടയിൽ 2 മണി വരെ ഈ ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ. പക്ഷെ സാധനം തീരുന്നു വരുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 10 മണിക്ക് എത്തിയത്. അപ്പോൾ നമുക്ക് സാധനം കിട്ടിയിട്ടോ. കപ്പ ബിരിയാണി കഴിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുറേ ഉള്ളി, സലാഡൊക്കെ കൊണ്ടുവന്നിട്ട് കഴിച്ച് കഴിഞ്ഞാൽ കപ്പ ബിരിയാണിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അതിൻ്റെ ഒരു പോളിസിയാണ്. പലർക്കും പല വിധത്തിലായിരിക്കും കേട്ടോ. പക്ഷേ ഈ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഉഷാറായിരുന്നു. ഇതിൽ എല്ലും കപ്പ മാത്രമല്ല കേട്ടോ, ഇതിൽ പച്ചക്കായൊക്കെ ജസ്റ്റ് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതാണ് ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വരാൻ കാരണം. ചൂട് കപ്പ ബിരിയാണിൻ്റെ കൂടെ പിന്നെ 2 കട്ടൻ ചായ നിർബന്ധമാക്കും. കട്ടൻ ഉണ്ട് ചേട്ടാ? നിങ്ങൾക്ക് കട്ടൻ വേണ്ടേ? രാത്രി എത്ര ടൈം വരെ ഉണ്ടാവും ചേട്ടാ? 1 മണി 1:30 2 മണി അത്ര വരെ ഉണ്ടോ? എല്ലാ ജോലികളും വിജയേട്ടൻ ഒറ്റക്കാട്ട ചെയ്യുന്നത്. ചായ അടിക്കുന്നതും ഓംപ്ലേറ്റ് അടിക്കുന്നതും കപ്പ ബിരിയാണി എടുത്തു കൊടുക്കുന്നതും പ്ലേറ്റ് കഴുകുന്നതും എല്ലാം വിജയേട്ടൻ ഈ ഒരു പാരിൽ ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ എരിവുള്ള കപ്പ ബിരിയാണീൻ്റെ കൂടെ നല്ല ചൂട് കട്ടൻ ചായ കുടിക്കുമ്പോൾ ഒരു ഫീൽ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് വിജയേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ പാർട്സ് ആണ്. ചിന്നമുട്ടയൊക്കെ ഇട്ട് ചിക്കൻ പാർട്സിൻ്റെ കൂടെ നല്ല പുട്ടും മിക്സ് ചെയ്ത് കഴിക്കണം. നല്ല ടേസ്റ്റ് ആട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലും കപ്പയും കൂടാതെ വിജയേട്ടൻ്റെ കടയിൽ മുട്ട കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. മുട്ടയുടെ കൂടെ ഗ്രീൻ പീസ് മിക്സ് ചെയ്ത് കൊടുക്കും, മുട്ടയുടെ കൂടെ മുതിര മിക്സ് ചെയ്ത് കൊടുക്കും. അത് ഞാൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്തത്. മുട്ടയും മുതിരയും മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി നമ്മൾ നിലമ്പൂർ ഭാഗത്തൊന്നും ഇല്ല കേട്ടോ. ഇപ്പം വിജയേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബ്രെഡ് ഓംപ്ലേറ്റ് ആട്ടോ. നല്ല ചൂട് മുട്ടൻ്റെ മുകളിൽ മറച്ചിട്ട് 2 ബ്രെഡും വെച്ചിട്ട് കൊടുക്കുന്ന ഒരു ഐറ്റംസ്.
ബീഫും മുട്ടയും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലേ? അത് ഇത്രയും മുട്ടയും ആ. പുറത്ത് ചില്ല് കൂട്ടിൽ നല്ല വാഴ ഇലയിലാട്ടോ പുട്ടൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളത്. പിന്നെ പുട്ട് കൂടാതെ ഇവിടെ വെറൈറ്റി പത്തിരി ഉണ്ട് കേട്ടോ. കുറച്ച് കട്ടിയുള്ള പത്തിരിയാണ് ഇവിടെ കൊടുക്കുന്നത്. വാഴൻ്റെ ഇലയിൽ ഇത് വിളമ്പുന്നത് ഒരുപാട് പാർസൽ ഈ കടയിൽ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. എല്ലാം വാഴ ഇലയിലാണ്. എല്ലാം കപ്പ ബിരിയാണി ആയാലും ഗ്രീൻ പീസും മുട്ടയായാലും എല്ലാം വിജയേട്ടൻ പാർസൽ ചെയ്യുന്നത് ഈ ഒരു വാഴ ഇലയിലാണ് കേട്ടോ. ഇതുപോലുള്ള കൊച്ചു കടകളെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല രുചിയുള്ള ഭക്ഷണം എത്ര ദൂരെയാണ് നമ്മൾ പോയിട്ട് കഴിക്കുന്നത്. നിങ്ങൾ ഈ ബാലുശ്ശേരി നന്മണ്ട ഭാഗത്തേക്ക് വരുമ്പോൾ വിജയേട്ടൻ്റെ കട വന്നിട്ട് കഴിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും വർത്തായിരിക്കും. പണ്ട് കാലത്തെ മേശയിലാട്ടോ എപ്പോഴും വിജയേട്ടൻ പൈസയൊക്കെ ഇട്ട് വെക്കുന്നത്. പിന്നെ ഒരു പഴയ ഒരു കിങ് ഇവിടെ കാണാം കേട്ടോ. മുളയുടെ കുറ്റി മാത്രമേ നമ്മൾ വിട്ടുവിടാറുള്ളൂ. മുളയുടെ കുറ്റിയിലല്ലേ? ആദ്യ കാലത്തൊക്കെ ആദ്യ കാലത്ത് മുളക് കുറ്റി തന്നെയാണ്. അപ്പൊ ഈ അതിന് മുന്നേ സ്റ്റീൽ എമർജൻസി ഒക്കെ വരുമ്പോൾ ഇടാക്കാൻ വേണ്ടി ചെയ്യുന്നുള്ളൂ. രണ്ടും മുളക് കുറ്റി തന്നെയാണ്. മുളം കുറ്റിയിലാണ് ഇപ്പൊ പുട്ടിടുന്നത് അല്ലേ? മുളക് കുറ്റിയിലെ കുറ്റി വെച്ചാല് നെഞ്ഞ് കയറിയില്ല. പുട്ട് കഴിച്ചാല് ചില ആൾക്കാർക്ക് നെഞ്ഞ് കയറും. രുചി തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പം നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം. ബൈ ഫ്രം നിസാം ഫുഡി ട്രാവലർ.